വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പി ഇങ്ങനെ റോഡിലോട്ട് പോകുമ്പോൾ കമലിനാണെങ്കിൽ ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഈ പപ്പിയെ കാണുന്നുണ്ട്. അന്നേരം പിന്നീട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം പപ്പി മോളെയെന്നും പറഞ്ഞ് പപ്പിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ഒറ്റയ്ക്കാണല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് മോൾ എങ്ങോട്ടാന്ന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് കമലൻ കണ്ടു. അപ്പോൾ തിരികെ വീട്ടിൽ കൊണ്ടാക്കും എന്നുള്ള ഉദ്ദേശമുള്ളത് കൊണ്ട് പപ്പിയാണെങ്കിൽ അവിടെ നിന്ന് ഓടുകയാണ്. കമലിനാണെങ്കിൽ മോളെയെന്ന് വിളിച്ചുകൊണ്ട് പപ്പി മോളെയെന്ന് വിളിച്ചുകൊണ്ട് പുറകെ ഓടുന്നുണ്ട്. പക്ഷേ കുട്ടി നിൽക്കുന്നില്ല. തിരിഞ്ഞു നോക്കിയൊക്കെയാണ് ഓടുന്നത്. അന്നേരം ഒരു ബൈ റോഡിലേക്ക് കയറുമ്പോൾ വേറൊരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. ആ വണ്ടിയുടെ മുന്നിലേക്ക് തന്നെ ഈ കുട്ടി ചെന്ന് ചാടുന്നുണ്ട്. വണ്ടി തട്ടുന്നുണ്ട്. വണ്ടി തട്ടി പപ്പിയാണെങ്കിൽ അങ്ങ് റോഡിലേക്ക് വീഴുകയാണ്. അന്നേരം ഈ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ആണെങ്കിൽ അവയൊക്കെ പേടിക്കുന്നുണ്ട്. അന്നേരം പപ്പി മോളെന്ന് പറഞ്ഞ് ഓടി കമല അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ ആ തറയിൽ കമന്ന് വീണ കുഞ്ഞിനെ എടുത്ത് വെക്കുന്നുണ്ട്. അന്നേരം നെറ്റിയിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. തുടർന്ന് ഇയാൾ വണ്ടി എടുത്ത് പെട്ടെന്ന് പോവുകയാണ്. അന്നേരം വണ്ടി നിർത്തടാന്നൊക്കെ കമലം വിളിച്ച് പറയുന്നുണ്ട്. കൂടിയവരൊക്കെ ഈ വണ്ടി തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ വണ്ടി എടുത്ത് പെട്ടെന്ന് പോവുകയാണ്. തുടർന്ന് എല്ലാവരും ഈ കൊച്ചിനെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ബോധം പോയിരുന്നു. അന്നേരം ആരെങ്കിലും ഒരു വണ്ടി വിളിക്കുക എന്നിങ്ങനെ കമലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കമലം പപ്പിമോളേന്ന് വിളിക്കുകയും ബഹളം വയ്ക്കുകയും കരയുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് അതുവഴി വേറൊരു വണ്ടി വരുന്നുണ്ട്. അന്നേരം കമല കുട്ടി അവിടെ കിടത്തിയിട്ട് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, ഒരു കുട്ടി വണ്ടി തട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ? അന്നേരം ആ കയറ്റിക്കോന്നിങ്ങനെ ആ ഡ്രൈവർ പറയുന്നുണ്ട്. തുടർന്ന് കമലം കുട്ടിയെ എടുത്തുകൊണ്ട് ഈ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. കമലം മാത്രമേ കയറുന്നുള്ളൂ. ആ കൂടുന്നവരെല്ലാവരും കയറുന്നില്ല. തുടർന്ന് വണ്ടി സ്പീഡിന് പോവുകയാണ്. അതിന് ചേട്ടാ ഒന്ന് പെട്ടെന്ന് പോകുന്നൊക്കെ കമലം പറയുന്നുണ്ട്. തുടർന്ന് പപ്പിമോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുട്ടിക്കാണെങ്കിൽ ഓർമ്മ വീഴുന്നേ ഇല്ല. ഇതിനിടയ്ക്ക് കമലിനാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് കിട്ടുന്നില്ല. തുടർന്ന് കമലിനാണെങ്കിൽ ഈ പപ്പിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഇതേ സമയം അവിടെ വീട്ടിൽ ശ്യാമയാണെങ്കിൽ പപ്പിയെ നോക്കിയിട്ട് കാണുന്നില്ല. അന്നേരം രോഹിത്തെ പപ്പി എവിടെ എങ്ങാനും ഉണ്ടോ കണ്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല, റൂമിൽ കാണുമെന്ന് പറയുകയാണ്. അന്നേരം റൂമിലില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ താഴേക്ക് ഇറങ്ങി വരികയാണ്. മോളിൽ നിന്നാണ് പറയുന്നത്. അന്നേരം കൊച്ചു പിന്നെ എവിടെ പോയി, അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട് രാഘവൻ നായരും. അന്നേരം പൊന്നി അന്വേഷിച്ചിട്ടൊക്കെ അവിടെ എങ്ങും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ കൊച്ചിത് എവിടെ പോയി, എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് പോയി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ പിള്ളയും പൊന്നിയും കൂടി പുറത്തൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇതേ സമയത്ത് ഫാമ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ആര് നോക്കുന്ന കാര്യമാണ് പറയുന്നത്, എന്താണെന്നും പറഞ്ഞു വരികയാണ്. അന്നേരം രോഹിത്തും രാഘവൻ നായരും ശ്യാമയും ഒക്കെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ എന്താ ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ, അതോ ഇനി ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താടി ശ്യാമ എന്ന് ചോദിക്കുമ്പോൾ അത് സത്യാമ്മയെ പപ്പിയെ എവിടെയെങ്കിലും കാണാനില്ല എന്ന് പറയുകയാണ്. അന്നേരം പപ്പിയെ കാണാനില്ലേ, കുഞ്ഞിത് എവിടെ പോയി, എവിടെയെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാകും, രാത്രിയെന്നോ പകലെന്നോ ഇല്ലല്ലോ, ഒളിച്ചിരിക്കുന്നതും നാട് വിട്ട് പോകുന്നതും ഒക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ എന്നിങ്ങനെ സത്യഭാമ അങ്ങോട്ട് വഴക്ക് പറയുകയാണ്. ശ്യാമയെ അങ്ങോട്ട് വഴക്ക് പറയുന്നുണ്ട്. അന്നേരം ഈ സംഭാഷണം കേട്ടുകൊണ്ട് മോളിൽ നിന്ന് വിഷ്ണു ഇറങ്ങി വരികയാണ്. അന്നേരം എന്താ അവിടെ വീണ്ടും വഴക്കായോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം പപ്പിയെ കാണാനില്ല ബ്രോ എന്നിങ്ങനെ രോഹിത്ത് പറയുകയാണ്. അന്നേരം ഈശ്വര, ഈ സമയത്ത് ഈ കുട്ടി ഇതെവിടെ പോയി എന്നും പറഞ്ഞ് വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ പിള്ളയും പൊന്നിയും ഒക്കെ മുറ്റത്തും ചുറ്റുവട്ടത്തും എല്ലായിടത്തും ഒക്കെ ഈ കുട്ടി അന്വേഷിക്കുകയാണ്. തുടർന്ന് ഫാമ വീണ്ടും പറയുകയാണ്, ഇങ്ങനെ ഇറങ്ങി പോകുന്നത് പതിവാക്കി വെച്ചിരിക്കുന്നതല്ലേ, തന്നിഷ്ടം പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്, ആര് പറഞ്ഞാലും കേൾക്കത്തുമില്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ല, അവിടെ എവിടെയെങ്കിലും ഇനി പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നാൽ അവർ ചോദിക്കും നിങ്ങളുടെ കൊച്ചിന് ഇത് തന്നെയാണോ പണിയെന്നും പറഞ്ഞ് ഫാമ അങ്ങോട്ട് വേളം വയ്ക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരികയാണ്. അമ്മ ഒന്ന് ഒച്ച വെക്കാതെ ഇരിക്കുന്നുണ്ടോ, കുഞ്ഞിനെ എവിടെയെന്ന് വെച്ചാൽ നോക്കി കണ്ടുപിടിക്കാനല്ലാതെ ഇങ്ങനെ ഇടന്ന് വഴക്ക് പറയുന്നു എന്നും പറഞ്ഞ് വിഷ്ണു ചൂടാവുകയാണ്. അന്നേരം സത്യഭാമ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. രോഹിത്തും ഒക്കെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്, ഒരു കുഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് ആരും അറിഞ്ഞില്ലെന്ന് വെച്ചാൽ അത്രയ്ക്കുണ്ട് ശ്രദ്ധ എന്നും പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ വിഷ്ണുവും ഭാമയും ഒക്കെ ഇങ്ങനെ മിണ്ടാ നിൽക്കുകയാണ്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, നീ മുറ്റത്തെങ്ങാനൊക്കെ പോയി നോക്കുക, അവൾ അവിടെ എവിടെയൊക്കെ ഒളിച്ചിരിക്കും, അവൾ ആളെ പറ്റിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഇതേ സമയം കമലിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കുട്ടി എത്തിക്കുന്നുണ്ട്. അന്നേരം റൂമിൽ തലയൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കുഞ്ഞിനെ കിടത്തിയിരിക്കുകയാണ്. തുടർന്ന് കമല വീണ്ടും വിഷ്ണുവിനെ ഫോൺ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അന്നേരം പറ കമല എന്ന് പറയുമ്പോൾ അശാനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, പെട്ടെന്ന് ഇങ്ങോട്ട് വാ, പപ്പിമോൾക്ക് ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നീ എന്താണ് പറയുന്നത്, അതെങ്ങനെ സംഭവിച്ചു പപ്പിക്ക് എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിന് ശബ്ദമൊന്നും അങ്ങോട്ട് പുറത്ത് വരുന്നില്ല. അന്നേരം അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, പക്ഷേ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് കമല ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം എന്താടാന്നും പറഞ്ഞ് ഫാമയും രാഘവൻ നായരും ഒക്കെ ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞ് വിഷ്ണു ആദ്യം തപ്പുന്നുണ്ട്. പിന്നീട് പറയടാ എന്നിങ്ങനെ അവർ നിർബന്ധമായിട്ട് പറയുമ്പോൾ അത് പപ്പിമോൾക്കൊരു ആക്സിഡൻറ്റ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ആശുപത്രിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായരും ഫാമയും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്.
തുടർന്ന് സത്യഭാമയും വിഷ്ണുവും ശ്യാമയും രോഹിത്തും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. കമലിനാണെങ്കിൽ ആ റൂമിന് പുറത്ത് ഇങ്ങനെ ഐസിയുവിൻ്റെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ പപ്പിമോൾ ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോവുകയായിരുന്നു, ഞാൻ വിളിച്ചിട്ട് നിന്നില്ല, ഓടുകയാണ് ചെയ്തത്, അപ്പോഴത്തേക്ക് ഒരു വണ്ടി വന്ന് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഡോക്ടർ എന്താ പറഞ്ഞത് എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുമ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ മോള് എന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ ആ കണ്ണാടിയിൽ കൂടെ ഇങ്ങനെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. അന്നേരം ശ്യാമ അങ്ങോട്ട് പൊട്ടി കരയുകയാണ്, വാ പൊത്തി ഇങ്ങനെ കരയുന്നുണ്ട്. അന്നേരം അത് കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ ഇങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഭാമ എന്ന് ശ്യാമ ഇങ്ങനെ പിടിച്ചു കുലുക്കിയിട്ട് ചോദിക്കുകയാണ്, നിന്ന് മോങ്ങിയിട്ട് എന്താണ് കാര്യം, ജനിപ്പിച്ചത് കൊണ്ട് അച്ഛനും അമ്മയും ഒന്നും ആവില്ല, കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രദ്ധ പപ്പിയുടെ കാര്യത്തിൽ നിനക്കുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങോട്ട് വഴക്ക് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടാതിരിക്കും, ഇത് ഹോസ്പിറ്റലാണ്, ഇത് സംഭവിച്ചു പോയില്ലേ എന്നും പറഞ്ഞിട്ട് വിഷ്ണു വഴക്ക് പറയുമ്പോൾ ശ്യാമ ഒന്ന് അങ്ങോട്ട് അടങ്ങുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ് കമലിനോട്, അല്ല നീ പപ്പിമോളെ എവിടെ വെച്ചാണ് കണ്ടത്, ഏത് ഭാഗത്ത് വെച്ചാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഏടത്തിയമ്മയുടെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് കണ്ടത് എന്നിങ്ങനെ കമലം പറയുമ്പോൾ വിഷ്ണുവും രോഹിത്തും ശ്യാമയും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് അതും കൂടെ കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വരികയാണ്. എന്ത് ശാലിനിയുടെ വീട്ടിന് അടുത്ത് വെച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കമല ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ശ്യാമയോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൊച്ചിനെ ഇങ്ങോട്ട് കൊലയ്ക്ക് കൊടുക്കും അല്ലേടി, അവളെ കാണാൻ പോയതായിരിക്കും അല്ലേ ഈ രാത്രി പപ്പിമോള്, എല്ലാം കൂടെ അങ്ങോട്ട് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ന് ആ കൊച്ചിൻ്റെ കൂടെ എൻ്റെ മോള് കൂട്ട് തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് കഷ്ടകാലം, നിർത്തിക്കോണം, ഇന്ന് ഞാൻ നിർത്തിക്കും അവളുമായിട്ടുള്ള കൂട്ട് എന്ന് പറഞ്ഞ് ശ്യാമയെ അങ്ങോട്ട് വായി തോന്നിയതൊക്കെ ഈ സത്യഭാമ വിളിച്ച് പറയുന്നുണ്ട്. നേരവും വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട്, ഒച്ച എടുക്കാതിരിക്കുന്നത് ആശുപത്രിയാണ് എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ പറയാനുള്ള പറയുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞു ഭാമ ഇടാനായിട്ട് ഭാവമില്ല. രോഹിത്തിന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്, വിഷ്ണുവിന് വരുന്നുണ്ട്, പക്ഷെ അവർ ഹോസ്പിറ്റലായതുകൊണ്ട് ഇങ്ങനെ സംയമനം പാലിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് അകത്ത് നിന്നും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡോക്ടർ എങ്ങനെയുണ്ട്, കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ഇപ്പോൾ ആക്സിഡൻ്റായിട്ട് കൊണ്ടുവന്ന കുട്ടിയുടെ ബന്ധുക്കളാണോ ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ കുട്ടിയിൽ നിന്ന് ഒരുപാട് പോയിട്ടുണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് ബ്ലഡ് എത്രയും പെട്ടെന്ന് വേണം, റയർ ഗ്രൂപ്പാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് എന്താടാ വിഷ്ണു ഇനി നമ്മളിപ്പോൾ ചെയ്യുക എന്ന് ഭാമ ചോദിക്കുമ്പോൾ ബ്ലഡ് ബാങ്കിൽ അവിടെ എന്തായാലും ഡൊണേഴ്സിൻ്റെ ലിസ്റ്റ് കാണുമല്ലോ, രോഹിത് നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വാ കമല എന്ന് വിളിച്ചുകൊണ്ട് പോയി വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു കമലിനെയും കൂട്ടി പോകുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ വീണ്ടും ആ ഗ്ലാസിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ഭാമ വഴക്കിന് ചെല്ലുകയാണ്. എടി കേട്ടില്ലേ പറഞ്ഞത്, നിൻ്റെ കുഞ്ഞേച്ചിയെ കാണാൻ പോയപ്പോഴാണ് പപ്പിമോൾക്ക് ഇങ്ങനെ അപകടമുണ്ടായത്, നിർത്തിക്കൊള്ളണം അവളുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് ശ്യാമയെ വഴക്ക് പറയുകയാണ്. അന്നേരം രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട്, എന്നാലും രോഹിത് ക്ഷമയോടെ പറയുകയാണ്, പിന്നെ സത്യാമ്മയെ കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരുന്നത് ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്, അതിനെന്തിനാ ശാലിനിയെ നീ ചോദിക്കുമ്പോൾ നീ മിണ്ടിപ്പോകരുത്, അവൾ കാരണമാണ്, അവളുടെ എല്ലാത്തിനും കാരണം അവളുടെ ആ അസുര വിത്തുണ്ടല്ലോ സത്യ, അവൾക്ക് വേണ്ടിയിട്ടല്ലേ സ്കൂളിൽ പോയി വഴക്കുണ്ടാക്കിയതും, ഇനി എൻ്റെ കൺമുന്നിൽ അവളെയും അവളുടെ മോളെയും ഒന്നും കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്യാമയോട് പറയുകയാണ്, നിൻ്റെ കുഞ്ഞേച്ചി അങ്ങോട്ട് വിളിച്ച് പറ, അവൾ വരുന്നത് എനിക്കൊന്ന് കാണണം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കുഞ്ഞിനെ കാണാനോ ഏടയലത്ത് പോലും വന്നു പോകരുത് എന്നും പറഞ്ഞ് ആകെ അങ്ങ് ദേഷ്യപ്പെട്ട് അവിടെ കസേരയിലേക്ക് സത്യഭാമ ഇരിക്കുകയാണ്. ശ്യാമ അന്നേരവും ആകെ വിഷമിച്ച് അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. രോഹിത്തിന് ദേഷ്യവും വരുന്നുണ്ട്, പക്ഷേ ആ കുഞ്ഞിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് രോഹിത് ഒരു പിന്നെ ക്ഷമ വലിച്ചങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും കമലിനും ഒക്കെ തിരികെ വരുന്നുണ്ട്. അന്നേരം കിട്ടിയോ, ഡൊണേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോൾ അവർ ശ്രമിക്കാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ വിഷ്ണു കള്ളം പറയുകയാണ് കിട്ടാത്തത് കൊണ്ട്. അന്നേരം പാടാണെന്നാണ് പറഞ്ഞു എന്നിങ്ങനെ കമലം പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കി കണ്ണുരുട്ടുകയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ അകത്തു നിന്നൊരു നേഴ്സ് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം പത്മിനിയുടെ റിലേറ്റീവ്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പറഞ്ഞോളൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് ഡൊണേഴ്സ് രക്തം കൊടുക്കാനായിട്ട് ആളിനെ കിട്ടിയോ, കുട്ടിയുടെ നില അല്പം സീരിയസ് ആണ്, ക്രിട്ടിക്കലാണ് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് രോഹിത് ആരോഗ്യ ഫോൺ ചെയ്യുന്നുണ്ട്. കമലം പറയുകയാണ്, ഒരു കോളേജ് ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് കമലിനും പറയുന്നുണ്ട്. കമലിനൊക്കെ ഫോൺ ചെയ്യുകയാണ്. തുടർന്ന് ഇതേസമയം ശ്യാമയാണെങ്കിൽ അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഫോണുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ റിസപ്ഷൻ്റെ പിന്നിലേക്ക് വന്നിട്ട് ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ അവിടെ സത്യയെ ഉറക്കിയിട്ട് ആ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഫോൺ അടിക്കുമ്പോൾ എന്താ ശ്യാമയും ചോദിക്കുമ്പോൾ അത് കുഞ്ഞേച്ചി പപ്പി അങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ട് ഇപ്പോൾ കുഞ്ഞിന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അല്പം സീരിയസ് ആണ്, ബ്ലഡ് വേണം, നെഗറ്റീവാണ്, പിന്നെ എത്രയും പെട്ടെന്ന് വേണം എന്ന് പറയും. കുഞ്ഞേച്ചിയുടെ നെഗറ്റീവ് അല്ലേ, വിഷ്ണുവേട്ടന് അസുഖമായതുകൊണ്ട് ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ വരാം, എത്രയും പെട്ടെന്ന് വരാമെന്ന് ശാലിനി പറയുമ്പോൾ അത് കുഞ്ഞേച്ചി ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ സത്യാമ്മയുണ്ട്, കുഞ്ഞേച്ചിയെ കണ്ട ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഞാൻ എത്തിക്കോളാം, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമല്ലേ, എങ്ങനെയും ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്.
അതേസമയം കമലിനും അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണു വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കമലിനോട് ചോദിക്കുന്നുണ്ട് എന്തായി എന്ന്. അന്നേരം കുഴപ്പമാണല്ലോ ആശാനെ, വിളിക്കാമെന്ന് പറഞ്ഞവരാരും വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഇനി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് രോഹിത്തും വരികയാണ്. രോഹിത്ത് പറയുകയാണ് കിട്ടിയില്ല അല്ലേ ബ്രോ, എൻ്റെ പപ്പിമോള് എന്നെ വിട്ട് പോകുമോ? ഈ ഭൂമിയിൽ എനിക്ക് ആകെ സ്വന്തം എന്ന് പറയാനുള്ളത് എൻ്റെ മോള് മാത്രമാണ്. അവളും കൂടി എന്നെ വിട്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, എന്നെ ഒറ്റയ്ക്കാക്കി അവൾ പോകുമോ ബ്രോ എന്നും പറഞ്ഞ് രോഹിത് ആകെ അങ്ങ് കരയുകയാണ്. അന്നേരം ഇത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് കമലിനൊക്കെ സങ്കടം വരുന്നുണ്ട്. എന്നാലും വിഷ്ണു സങ്കടം ഉള്ളിൽ ഒതുക്കി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെ പപ്പിമോള് നമ്മളെ വിട്ട് പോകില്ല, അങ്ങനെ ഞങ്ങൾ വിട്ട് കൊടുക്കില്ല. ഒരു വിളി വരും, നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് ഒരു വിളി വരിക തന്നെ ചെയ്യും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു, പപ്പിമോളെ നമ്മൾ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വാന്ന് വിളിച്ചുകൊണ്ട് രോഹിത്തിനെയും വിളിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. കമലിനോട് വീണ്ടും വിളിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു. എന്നിട്ടാണ് അകത്തേക്ക് പോകുന്നത്. തുടർന്ന് ശാലിനി അവിടെ ഹോസ്പിറ്റലിന് വെളിയിൽ എത്തുന്നുണ്ട്. ശ്യാമയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഫോണും കൊണ്ട് ശ്യാമ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശാലിനി ഇറങ്ങുകയാണ്. അന്നേരം ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് എവിടെയാണ് കിടക്കും ചോദിക്കുമ്പോൾ ICUലാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ശാലിനിയെ കൊണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് കയറുന്ന കാണിക്കുന്നുണ്ട്. അവരേതൊക്കെ വഴികളിലൂടെ അകത്ത് കയറുന്നുണ്ടാകാം. അതിനുശേഷം കാണിക്കുന്നത് പിന്നെ ശാലിനിയാണെങ്കിൽ ഈ പപ്പിക്ക് ബ്ലഡ് കൊടുക്കുന്ന ആ റൂമിനകത്താണ് കാണിക്കുന്നത്. അന്നേരം ഡോക്ടർ അടുത്തുണ്ട്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ചോദിക്കുകയാണ് പേഷ്യൻറ്റിൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പെട്ടെന്നെന്തോ പറയാൻ വന്നിട്ട് അനുജത്തിയുടെ മകളാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പേഷ്യൻ്റെ നില അല്പം സീരിയസ് ആണ്, എന്നെക്കൊണ്ട് ശ്രമിക്കാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രാർത്ഥിക്കുകയല്ല, ദൈവത്തിൻ്റെ കൈകളിലാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ആകെ അങ്ങ് വിഷമമാവുന്നുണ്ട്. ഇതേസമയം ശ്യാമയാണെങ്കിൽ ICUവിൻ്റെ വെളിയിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ഫാമ മാത്രമേ അവിടെയുള്ളൂ. അന്നേരം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും കിട്ടിയോ ചോദിക്കുമ്പോൾ നോക്കുന്നുണ്ട് സത്യാമ്മ എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. അന്നേരം അവർ രോഹിത്തും വിഷ്ണുവൊക്കെ എവിടെയും ചോദിക്കുമ്പോൾ അവർ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ അങ്ങനെ പറയുമ്പോൾ സത്യഭാമ വളരെ സ്നേഹത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അന്നേരം നീ ഒന്ന് പോയി നോക്ക്, ആരെങ്കിലും കിട്ടിയോ നോക്ക് എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം സത്യഭാമ വീണ്ടും ആ കണ്ണാടി കൂടി ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു സീനോട് കൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേസമയം അവിടെ ശാലിനി ബ്ലഡ് കൊടുത്ത് കഴിഞ്ഞിരുന്നു അവിടെ പപ്പിക്ക് വേണ്ടിയിട്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കാം ശാലിനി അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സത്യഭാമ ശാലിനിയെ കാണാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് ശാലിനി വായി തോന്നിയതൊക്കെ ഭാമ പറയുകയാണ് ചെയ്യുന്നത്. അന്നേരം അവിടെ ഒരുപാട് വിഷമിക്കും, ശാലിനി അവിടെ ഒരുപാട് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി ശാലിനി ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. പക്ഷേ വിഷ്ണു തിരികെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. അതൊക്കെ റീമേക്കിലുണ്ട്. ഇവിടെയും അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതാണ് പുതിയ വിശേഷം.